അല്ല നോക്കൂ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് സി പി എമ്മിൻ്റെ വിഷമവും സി പി എമ്മിൻ്റെ സങ്കടവും ഞങ്ങളെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ലോക്കൽ ബോഡി കോർപ്പറേഷൻ തോറ്റു, പിന്നെ അസംബ്ലി 10 കൊല്ലം ഭരിച്ച് അതും തോറ്റു, ജനങ്ങളെ പുറത്താക്കി. പിന്നെ നിയമസഭയിൽ കൊണ്ടുവന്ന ധവളപത്രം സി പി എമ്മിൻ്റെ 10 കൊല്ലത്തിൻ്റെ ഭരണത്തിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന സമയത്ത് എങ്ങനെയെങ്കിലും സി പി എം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടെന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് ഒന്നോ രണ്ടോ കാര്യം സി പി എമ്മിൻ്റെ ലീഡർഷിപ്പിനോട് പറയാനുണ്ട്. ഒന്നാമത്, സി പി എമ്മിന് കോൺഗ്രസ് സ്പീക്കറിൻ്റെ ഓഫീസിൽ പോയി കലാപവും നാടകവും ചെയ്യാൻ സാധിക്കും. പക്ഷേ ബി ജെ പി മേയറിൻ്റെ ഓഫീസിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ കലാപവും നാടകം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പായിട്ട്, അത് സഖാവ് പിണറായി വിജയനാണോ ഏത് സഖാവാണെങ്കിൽ ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങളൊപ്പം ഇങ്ങനത്തെ നാടകമൊന്നും കളിക്കാൻ ശ്രമിക്കരുത്. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും എന്ന് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഞങ്ങളിത് പ്രതീക്ഷിച്ചതായിരുന്നു. പാർട്ടിയിൽ ഇതിനെക്കുറിച്ച് ഒരു 10-15 ദിവസം മുമ്പ് ഒരു ചർച്ച നടന്നായിരുന്നു. മേയർ സി പി എമ്മിൻ്റെ അഴിമതിനെക്കുറിച്ച് എല്ലാം പുറത്ത് പറയുമ്പോഴും വിടുമ്പോഴും സി പി എം ഒരു നാടകം നടത്തും, ഒരു പ്രതിഷേധ നാടകം നടത്തും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു ആവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ഫാർസായിരുന്നു ഇന്ന് അവർ ചെയ്തത്. ഇത് സി പി എമ്മിൻ്റെ ഭാവിയെക്കുറിച്ച് സി പി എമ്മിന് ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മൂന്നാമത്തേത്, നോക്കൂ, സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ സമരം ആരാണ് ചെയ്യേണ്ടത്? എക്സാലോജിക്കിൻ്റെ സ്കാം കാണുമ്പോൾ ജനങ്ങളല്ലേ AKG സെൻറ്ററിന് മുമ്പിൽ പോയി സമരം ചെയ്യേണ്ടത്? 10 കൊല്ലം പടെ തൊഴിലില്ലായ്മ വിലക്കയറ്റം അഴിമതി ചെയ്ത സി പി എമ്മിൻ്റെ ഓഫീസിന് മുമ്പിൽ ജനങ്ങളല്ലേ സമരം ചെയ്യേണ്ടത്? 45 കൊല്ലം കോർപ്പറേഷൻ ഭരിച്ച സി പി എം തിരുവനന്തപുരത്ത് ഒരു വികസനവും ചെയ്യാണ്ട് ഇന്നും 45 കൊല്ലം കഴിഞ്ഞിട്ട് മാലിന്യവും പൊടിവെള്ളവും തെരുവുനായ ശല്യവും 45 കൊല്ലം പരിഹരിക്കാണ്ട് സി പി എം ഇരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഓഫീസിന് മുമ്പിൽ പോയിട്ട് സമരം ചെയ്യേണ്ടത് ജനങ്ങളല്ലേ? അപ്പോൾ സമരം ചെയ്യാനും നിയമപരമായ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ആരാണ് സമരം ചെയ്യേണ്ടത്, ആരെതിരെയാണ് സമരം ചെയ്യേണ്ടത്, നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ ഇന്ന് ഏറെ ബഹുമാനത്തോടും റെസ്പോൺസിബിലിറ്റി പറയുന്നതാണ്. സി പി എമ്മിൻ്റെ ഭരണകാലങ്ങൾ കഴിഞ്ഞു, അത് അവർക്കും മനസ്സിലാവുന്നുണ്ട്. ജനങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി സി പി എമ്മിൻ്റെ പ്രവർത്തകരും അവരെ ശ്രദ്ധ തിരിക്കാനാണ് ഇവരെ ഈ ചെയ്യുന്ന നാടകങ്ങൾ. പക്ഷേ സി പി എമ്മിൻ്റെ ഐഡിയോളജീൻ്റെ സമയവും സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ സമയം അത് കഴിഞ്ഞു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ജനങ്ങൾക്കും അങ്ങനത്തെ ഒരു അഭിപ്രായമുണ്ടെന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു.